ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായും സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെയും ജെസ്സിയുടെയും ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങൾക്ക് ഹൈദരാബാദ് ആയതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് വലിയ പ്ലാൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു മന്തി വെക്കാമെന്ന്. ബട്ട് ഒരു പ്രശ്നമുണ്ട്, ഇത് എൻ്റെ ലൈഫിൽ ഞാൻ വെക്കുന്ന ഫസ്റ്റ് മന്തിയാണ്. ഓക്കെ, മന്തി ബിരിയാണി ആവുമോ, ബിരിയാണി എന്ത് വരുമാവോ എന്തെന്നൊന്നും അറിയാൻ വയ്യ. ഇന്നലെ രാത്രി പോയി നമ്മൾ ഇതിനേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് തന്നെ അടുത്ത് തന്നെയാണ് ഹൈദരാബാദിലെ ലുലു. സോ നമ്മളവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എല്ലാ സാധനവും ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ചെയ്ത് തുടങ്ങാം. ജെസ്സി രാവിലെ തൊട്ടൊന്നും കഴിക്കാതിരിക്കുകയാണ്. ആൾക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ മന്തി തന്നെ കഴിക്കണമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. പാവം ഡിസപ്പോയിൻമെൻ്റ് ആവുമെന്നൊന്നും അറിയില്ല. ബട്ട് എന്തായാലും കൊള്ളാമെങ്കിലും കൊള്ളില്ലെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു അവർ കിച്ചൺ. സോ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ കൊച്ചു കിച്ചൺ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവിടുത്തെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ജെസ്സിയുടെ ഉമ്മ തന്നു കിട്ടിയ. സോ ഞങ്ങളുടെ ആകെ 2-3 പാത്രങ്ങളുണ്ട്. അതിലാണ് ഞങ്ങൾ മന്തി വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ബസ്മതി റൈസ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കുക. സോ ഇന്നലെ കടയിൽ പോയപ്പോൾ നമ്മളൊരു 1/2 kg റൈസാണ് വാങ്ങിയത്. ആക്ച്വലി അത് മൊത്തം ഇട്ട് ഉണ്ടാക്കി ചെയ്തത്, കാരണം നമുക്ക് അളവറിയില്ലായിരുന്നു. സോ നിങ്ങൾ ആവശ്യം അനുസരിച്ച് എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ചിക്കനിൽ ആവശ്യമായിട്ടുള്ള മസാലാസ് ആൻഡ് സ്പൈസസ് റെഡിയാക്കി വയ്ക്കുക. ഇതിൽ ഓരോന്ന് ഞാൻ പറഞ്ഞു തരാം ചെയ്യാൻ നേരത്ത്. നമ്മൾ നന്നായി കഴുകിയ ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ കണ്ട മസാലസൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾക്ക് ഒരു ഫോർക്ക് കൊണ്ട് എല്ലാ പീസസിലും ഒന്ന് അതുപോലെ കുത്തി കൊടുക്കാം. സോ ദാറ്റ് മസാലസൊക്കെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങും. ഫസ്റ്റ് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതിൽ ഇച്ചിരി ചില്ലിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പെപ്പർ പൗഡർ, പിന്നെ ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, മാഗി സ്റ്റോക്കിൻ്റെ ക്യൂബ് ഒരെണ്ണം പൊടിച്ചതാണിത്, പിന്നെ ജീര, ഇനി ഗ്രാമ്പൂ, പട്ട, സിനമൺ അതൊക്കെ പൊടിച്ചിട്ടുള്ള പൗഡറാണ്. പിന്നെ ക്യാപ്സിക്കം, കറി ലീവ്സ്, മിൻറ്റ് ലീവ്സ് എല്ലാം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട്, അതായത് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുഴച്ചാൽ മതി. നല്ലോണം കുഴച്ചിട്ട് നമ്മൾ മിനിമം ഒരു 1 to 2 hours റെസ്റ്റിംഗ് പീരീഡ് ഉണ്ട്. സോ നമ്മൾ തലേന്നൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് അത്രയും നല്ലത്. എന്നിട്ട് നമുക്ക് ചിക്കൻ അടുപ്പിൽ വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം, ഒരു 20-25 minutes, അതായത് നല്ലോണം വേവുന്നവരെ ലോ ഫ്ലെയിമിലിട്ട് വെച്ചേക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ റൈസ് റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് നമുക്ക് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ സ്പൈസസിന് കൂടാതെ തന്നെ നമുക്ക് ഒരു ഡ്രൈഡ് ലെമണും കൂടെ ഇടേണ്ടതുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന റൈസ് ഇടാം.
അപ്പോഴേക്കും നമ്മൾ ചിക്കൻ റെഡിയായി. സോ നമ്മൾ അതിൽ നിന്ന് ഇതിൽ ഊറി വന്ന വെള്ളം, അതായത് ആ ഒരു ഗ്രേവി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ബിക്കോസ് അത് റൈസിന് വേണ്ടി വരും. അങ്ങനെ നമ്മളുടെ റൈസും റെഡി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളുടെ ആ കുക്ക്ഡായ ചിക്കനിലേക്ക് നമ്മൾ റൈസ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ റൈസിൽ നിന്ന് ഒരു ഹാഫ് പോർഷൻ ഓഫ് റൈസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഹാഫ് പോർഷൻ ഇട്ടതിന് ശേഷം എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഗ്രേവി ഇതിലേക്ക് ഒഴിക്കും. ദെൻ നമ്മളൊരു കളറിന് വേണ്ടി ഞാൻ ടേമറിക്കാണ് എടുത്തിരിക്കുന്നത്, യെല്ലോ കളറിന് വേണ്ടി ടേമറിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ റെഡ് കളർ, അതായത് ഫുഡ് കളറിൽ റെഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെറുതായിട്ട് വെള്ളത്തിൽ ഇതാക്കിയിട്ട് നമുക്ക് റൈസിൻ്റെ മണ്ടയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. സോ ദാറ്റ് ചില റൈസ് റെഡും ചില റൈസ് യെല്ലോയും ഒക്കെ ആയിട്ടിരിക്കും. ഇറ്റ് ലുക്സ് ഗുഡ്. ബട്ട് ഇപ്പം എൻ്റെ കയ്യിലില്ല. സോ അതുകൊണ്ട് ഞാൻ ടേമറിക്കും ദെൻ ആ ഗ്രേവിയും മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയർ ഓഫ് റൈസ് ഇട്ടിട്ട് സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ചില്ലീസ് ഒരു 2-3 ചില്ലീസ് അവിടെ എവിടെയൊക്കെ ആയിട്ട് നമുക്കിതുപോലെ കുത്തി വെച്ച് കൊടുക്കാം. ഇതും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. അങ്ങനെ ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ചിരുന്നിട്ട് നമ്മുടെ ഫുഡ് റെഡിയായി. സോ മന്തി പ്രിപ്പറേഷൻ കഴിഞ്ഞു. നമ്മുടെ മന്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ആക്കാൻ പോവുക. കൊതിയാവുന്ന ഗൈസ് കഴിക്കാൻ. വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡും ഇല്ല. സോ ഞാൻ ഇത് വെട്ടി വിഴുങ്ങിയിട്ട് വരാം. ബൈ ബൈ. ജെസ്സിക്ക് മന്തി കണ്ടിട്ട് കൺട്രോൾ മൊത്തം പോയിക്കുക. മൈനസും കൂടി വേണം ഇല്ലേ? എനിക്ക് നോക്കണം. അങ്ങനെ നമ്മളുടെ മിഷൻ സക്സസ് ആയിരിക്കുന്നു. ഏകദേശം മന്തിയുടെ ലുക്കൊക്കെ ഉണ്ട്. ഇത് കഴിക്കും. എങ്ങനെയുണ്ട്? മന്തിയൊക്കെ കഴിച്ചു. മന്തി എങ്ങനെ ഉണ്ടായിരുന്നു? മന്തി അടിപൊളിയായിരുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.